ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, ഇവിടെ ബോട്ടം വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെറ്റീരിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മേടിക്കുകയോ, അതായത് നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് വാങ്ങുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച പല സാധനങ്ങൾ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് എന്ന് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എത്ര വലിയ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നാലും ഇതിൽ കുറച്ചധികം ആൾക്കാർ വളരെ കൂളായിട്ട് അത് കാണാൻ ശ്രമിക്കുമെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യത്തിന് ഒരു റിവാർഡ് ഈ സമയം കിട്ടുന്നു എന്നും കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പൈസ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കണം. ഒരു ചെറിയ പൈസയാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ ബുദ്ധിപൂർവമല്ലാത്ത തീരുമാനങ്ങളെടുത്ത് അതുകൊണ്ട് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ ഇനിയുള്ള സമയം എടുത്തു ചാടി ഒരു കാര്യത്തിലും ഇടപെടില്ല, അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടുത്തുന്ന ഒരുപക്ഷെ കൂടുതൽ പൈസ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ചെയ്ത പല പ്രവൃത്തികളിലും ചിലപ്പോൾ നഷ്ടമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ വളരെ ബുദ്ധിപൂർവം പൈസ ചിലവാക്കാൻ, അല്ലെങ്കിൽ അത് സ്വരൂപിക്കാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊരു പക്ഷേ ഒരു വീടോ വാഹനമോ വാങ്ങുവാനോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വയ്ക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊന്നുമല്ലെങ്കിൽ എനിക്ക് ഭാവിയിലേക്ക് കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കുറേ ആൾക്കാർക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ ജോലികൾ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ സാധിക്കും എന്നൊക്കെ വിചാരിച്ച് സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്ത് നിങ്ങൾ തീർക്കുക. അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്. ഈ ഒരു സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കണമെന്നും അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങണമെന്നുമൊക്കെ തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട്
ടയർനെസ് തോന്നുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. അതായത് ഒരിടത്തൊന്ന് ഇരുന്നാൽ മതിയെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഓവർ സ്ട്രെസ് എടുത്ത് നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുക, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരം റെസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ വളരെയധികം നന്മകളായി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. അതുമാത്രമല്ല ഇതിലൊരു യൂണിയൻ കൂടി കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം. അവരോടൊപ്പം നിങ്ങൾക്കൊരു ഈ ഒരു സമയം അവരോട് പ്രണയമൊക്കെ ഒരുപക്ഷെ തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ താമസിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോയി ഏതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഴയ ഫ്രണ്ട്സിനെയൊക്കെ സ്വപ്നം കാണുന്നതൊക്കെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻറ്റ്സ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ഐഡിയാസ് നിങ്ങളുമായിട്ട് ചേർന്ന് ഒരു കൊളാബൊക്കെ ചെയ്യുന്നു എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ബിസിനസ് ചെയ്ത് ഫ്ലോപ്പായി പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ബിസിനസ് ഐഡിയാസൊക്കെ പഠിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ചേർക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന സ്ഥലത്ത് നിന്നും ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജീവിതം ബാലൻസ്ഡ് ആക്കണം എന്നുള്ളതാണ്. ഇതിൽ ധാരാളം സന്തോഷം നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. മനസ്സൊന്ന് കൂളാക്കി വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ അത് വരുന്ന സമയം തന്നെ മാറ്റിക്കളയുക. നമുക്കൊരു ചിന്ത വരുമ്പോൾ ഓർക്കുക, ഇതെനിക്ക് വേണ്ടതാണോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് മാത്രം ഓർത്താൽ മതി, അത് പോയിക്കോളും. അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 4 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി കാണുന്നത് കൂടുതലായും സെലിബ്രേഷനാണ്. അപ്പോൾ ഇവിടെ കുറേയധികം ആൾക്കാരും പാർട്ടികളിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. സന്തോഷകരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ പങ്കെടുക്കും. അതിൽ നിങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഒരു ഹൗസ് വാമിംഗ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും മറ്റുള്ളവരുമായി ചേർന്ന് എൻജോയ് ചെയ്യുവാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടെന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരുമായി ചേർന്ന് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടായിരിക്കും എന്ന് കാണുന്നുണ്ട്. ശരിക്കും ധാരാളം അബൻഡൻസ് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ഈ സമയം വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും നിങ്ങൾ നന്ദി പറയുന്നുണ്ട്. ശരിക്കും നിങ്ങളിലേക്ക് വരുന്ന നന്മകൾക്കും സമാധാനത്തിനും സന്തോഷത്തിനും ശരിക്കും നന്ദി പറയാൻ തുടങ്ങി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ആരുടെയും ഭാഗത്ത് നിൽക്കാതെ, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് പോലും നിൽക്കാതെ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് നിങ്ങളുടെ മിസ്റ്റേക്കും ഒക്കെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ളൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ കോടതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നീതി കിട്ടുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. എല്ലാവരോടും വളരെ സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരോടും വൈരാഗ്യമൊന്നും തോന്നില്ല. നിങ്ങളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളോട് പോലും
ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെ കാണാതെ നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കാൻ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ ഒന്ന് കണ്ടെങ്കിലെന്ന് പലരും ഈ സമയം നിങ്ങളോട് പറയുമായിരിക്കാം. നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പലരും നിങ്ങളുടെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ സ്നേഹത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹം പ്രസരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരും. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയെ സ്നേഹമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരുടെ സ്നേഹം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് പല വ്യക്തികളും ഒരുപക്ഷെ വരുമായിരിക്കാം. ശരിക്കും ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ വളരെ സ്നേഹവും സൗഹൃദവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. ശരിക്കും സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഒരു വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വീടിൻ്റെയൊക്കെ ഒരു പ്ലാനൊക്കെ വരയ്ക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാഹനം ബുക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനത്തെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ സമയം നിങ്ങൾക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നും കാണുന്നുണ്ട്. അത് കുറേ ആൾക്കാർക്ക് അതൊരു ടീച്ചിങ് പോലത്തെ പ്രൊഫഷൻ ആണെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ ഇവിടെ എംപററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലേക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ജോലിയിൽ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രമോഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം ശരിക്കും വളരെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്സിൽ എത്തുന്നുവെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റെടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ വളരെ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഡിപ്രഷനിലിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ചധികം ആൾക്കാർക്കും ഇതൊരു വിഷമത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. എന്തോ ഒരു കാര്യം എൻഡായി പോയതിൻ്റെ ഒരു എനർജി ആയിരിക്കണം. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. നിങ്ങൾ എത്ര നിയന്ത്രിച്ചിട്ടും ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ ആയിപ്പോയിന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് ഒരു പക്ഷേ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാവാം. ചില ആൾക്കാർക്ക് ഒരു സ്വപ്നമാണോ നിങ്ങൾ കണ്ടതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒരു സ്വപ്നത്തിൻ്റെ എനർജി ഇതിലുണ്ട്. അതായത് ഒരു ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ട ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അതുപോലെ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് 2 3 ആൾക്കാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ ഉറക്കമളച്ച് ചെയ്ത ജോലിക്കുള്ളൊരു ഫലം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ഒരു അഭിമാനമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ്. എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു തോന്നലും ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.